എല്ലാവർക്കും കായാസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോൺ വെജ് ഡിഷുമായിട്ടാണ്. നമ്മൾ ചിക്കൻ ഡ്രൈ റോസ്റ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഏത് വിഭവത്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ ഡ്രൈ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ ചിക്കനാണ്. ആവശ്യമായ ഉപ്പ്, ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് മുളക് പൊടി. ഒരു 1/2 സ്പൂണ് മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്തവേ. പിന്നെ അതിലേക്ക് 1 സ്പൂണ് കട്ട തൈര്, പിന്നെ കുറച്ച് ഒരു ചെറുനാരങ്ങയുടെ പകുതി, അരമുറി ചെറുനാരങ്ങയുടെ നീര്. നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായി ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. അത്രയും നമുക്ക് ആ മസാല അതിൽ പിടിച്ച് കിട്ടും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് അധികം സമയം വെച്ചാൽ അത്രയും നല്ലതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചോളാം. പെട്ടെന്നാക്കാമെങ്കിൽ 10 മിനിറ്റ് വെച്ചാൽ മതി. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് ഒരു കുക്കറിലിട്ടിട്ട് ഒന്നൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് കുക്കറിൽ ആദ്യം ഇട്ട് വേവിക്കാൻ നമുക്ക് ആ മസാല റെഡിയാക്കുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി ആക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറേ സമയം മസാലയിൽ ഇട്ടിട്ട് ഇത് ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ. കുറച്ച് വെള്ളം, ഒരുപാട് വേണ്ട, ഒരു 2-3 സ്പൂൺ വെള്ളം. കാരണം ചിക്കന് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 2-3 വിസിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒരു 2-3 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രി. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതിൻ്റെ. അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, നിങ്ങളിഷ്ടം. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ ഒരു ഉണക്കമുളകൊന്ന് ഇങ്ങനെ കീറിയിടുക. നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ കൊട്ടിൻ്റെ ഒക്കെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗ്രാമ്പൂ ഒക്കെ ചേർത്ത് കൊടുക്കാം. കാരണം ഗ്രാമ്പൂ ഏലക്കയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ചിലവർക്കത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്കത് ഓരോരുത്തർ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങാക്കൊട്ടിൻ്റെ ഒക്കെ കളറൊന്ന് മാറി വരുന്നുണ്ട്. ഇനി അതിലേക്ക് 2 സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി
കുറച്ച് ഉപ്പ്, നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ്, അതായത് ആ സവാള ഒന്ന് വാടി വരേണ്ട ഉപ്പ്. ഉപ്പിട്ട് വാട്ടിയാൽ പെട്ടെന്ന് സവാള ഒന്ന് വാടി വരും. സവാള നന്നായി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം, നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മളെ ഉള്ളിയും നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയത് 2 സ്പൂണ് ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനി പേസ്റ്റ് ആക്കിയില്ലെങ്കിൽ അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല, പക്ഷെ പേസ്റ്റ് ആക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി ആ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ പേസ്റ്റ് നന്നായി ഒന്ന് വഴറ്റിയിട്ടുണ്ട്, അതിൻ്റെ പച്ചക്കുത്തൊക്കെ നന്നായി ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമില്ല, കാരണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അത്യാവശ്യം അതിന് വേണ്ട മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഒരു 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, പിന്നെ 1 സ്പൂണോളം ഗരം മസാലപ്പൊടി. പൊടികളൊക്കെ ഇടുമ്പോൾ തീ നന്നായി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ വേവിക്കുമ്പോൾ ഗ്രേവി അടക്കം ചേർത്ത് കൊടുക്കുക. നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി വേവിക്കുമ്പോൾ ചെറുനാരങ്ങൻ്റെ നീര് ഉണ്ടല്ലോ അതിൽ, അപ്പോൾ അത്യാവശ്യം പുളി ഉണ്ടാവും. പിന്നെ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആ മസാലയൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വേവിച്ചുകൊണ്ട് ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്, അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിക്കണം. എന്നാലും നമ്മൾ ആ മസാലയൊക്കെ നന്നായി ആ ചിക്കനിൽ പിടിക്കും. നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. എല്ലാ ഡിഷിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായി കറിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പം നമ്മളെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ആദ്യം തന്നെ കുക്കറിൽ വേവിച്ച് ചേർക്കുന്നതിനേക്കാൾ എളുപ്പം മറ്റേ മസാലയൊക്കെ ആക്കി അവസാനം ചേർക്കുന്നതിന് അങ്ങനെ ചേർക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.